ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും നല്ല പ്രിപ്പറേഷനിലാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് CA ഇന്റർ ലോയിലെ ചാപ്റ്റർ 8 ആയ ഡിവിഡൻഡ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ മാക്സിമം പ്രൊവിഷൻസ് കവർ ചെയ്യും. സെക്ഷൻ 123 ടു സെക്ഷൻ 127 വരെയാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ സെക്ഷൻസ്. അപ്പോൾ പ്രൊവിഷൻസ് ഫുള്ളും കവർ ചെയ്യുന്നത് ഈ ഒരു കളർഫുൾ നോട്ട് വെച്ചിട്ടായിരിക്കും. അതിന് ശേഷം നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാം. ഇനി നേരിട്ട് ഈ ഒരു ചാപ്റ്ററിലത്തെ പ്രൊവിഷൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ പ്രൊവിഷൻസ് എല്ലാം ഓർഡറിലായിരിക്കുമല്ലോ ഡിസ്കസ് ചെയ്യുന്നത്. കണക്ട് ചെയ്തിട്ടാവും ഡിസ്കസ് ചെയ്യുക. അതായിരിക്കും ഒന്നുപാടി മനസ്സിലാവുക. ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻഡ് സെക്ഷൻ 23. രണ്ട് തരത്തിലുള്ള ഡിവിഡൻഡ് ഉണ്ട്. ഫൈനൽ ഡിവിഡൻഡും ഇൻ്ററിം ഡിവിഡൻഡും ആണുള്ളത്. ഫൈനൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത് AGMന് ശേഷം ആനുവൽ ജനറൽ മീറ്റിങ്ങിന് ശേഷമായിരിക്കും ഫൈനൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത്. ഇൻ്ററിം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത് ബിറ്റ്വീൻ ടു AGM. അത് ശ്രദ്ധിക്കുക, ബിറ്റ്വീൻ ടു AGMലാണ് ഇൻ്ററിം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത്. ഇനി റെസൊല്യൂഷൻ ഇൻ്ററിം ഡിവിഡൻഡ് ആണെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ ആയിരിക്കും. ഫൈനൽ ഡിവിഡൻഡ് ആണെങ്കിലോ ബോർഡ് റെസൊല്യൂഷൻ ആയിരിക്കും. ഇനി ഡിക്ലെയർഡ് ബൈ ആരായിരിക്കും ഡിക്ലെയർ ചെയ്യുന്നത്? ഇൻ്ററിം ഡിവിഡൻഡ് ആണെങ്കിൽ ബോർഡാണ്, ഫൈനൽ ഡിവിഡൻഡ് ആണെങ്കിൽ മെമ്പേഴ്സ് ആയിരിക്കും. ഇത് ശ്രദ്ധിക്കുക. ഇനി ഡിവിഡൻഡ് റേറ്റ്. ഇപ്പോൾ ഒരു എക്സാമ്പിളിന് ബോർഡ് റെക്കമെൻഡ് ചെയ്ത റേറ്റ് 10% ആണ്. ഡിവിഡൻഡ് റേറ്റ് 10% ആണ് ബോർഡ് റെക്കമെൻഡ് ചെയ്ത ഡിവിഡൻഡ് റേറ്റ്. മെമ്പേഴ്സിന് ഈ റേറ്റ് 11 ആക്കാൻ പറ്റുമോ? 11 ആക്കാൻ പറ്റൂല. മെമ്പേഴ്സിന് ഈ റേറ്റ് 9 ആക്കാൻ പറ്റും. ബോർഡ് റെക്കമെൻഡ് ചെയ്തതിനാട്ടിലും ഹയർ ആക്കാൻ പറ്റില്ല. ഇനി നേരെ ക്രൈറ്റീരിയ ഫോർ ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻഡ് നോക്കാം. ക്രൈറ്റീരിയ ഫോർ ഡിവിഡൻഡ് ഡിക്ലറേഷൻ. അപ്പോൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത് ഇപ്പോൾ തൽക്കാലം ജനുവരി 1-ാം തീയതി. ഈ ഒരു ഡേറ്റ് വെച്ചിട്ട് പലർക്കും ഒന്നുപാടി മനസ്സിലാവുക. അപ്പോൾ ആദ്യം ഈ ഡേറ്റ് ഒന്ന് ഫോക്കസ് ചെയ്യാം. പിന്നെ ഞാൻ പ്രൊവിഷൻസ് പറയാം. ജനുവരി 1-നാണ് കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജനുവരി 1 ഡിക്ലെയർ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ വിത്തിൻ 5 ഡേയ്സിനുള്ളിൽ സെപ്പറേറ്റ് ഷെഡ്യൂൾ ബാങ്ക് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. ഡിവിഡൻഡ് എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യിക്കണം. SSB കേട്ടോ, സെപ്പറേറ്റ് ഷെഡ്യൂൾ ബാങ്ക് അക്കൗണ്ട്. ഇവിടെ ജനുവരി ഇവിടെ നേരത്തെ 6 വരണ്ടേ. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ജനുവരി 6 ആണ് വരണ്ടേ. ഇനി രണ്ടാമത്തെ ഒരു 5 എന്നൊരു ഡേയ്സിൻ്റെ ഒന്ന് ഡിസ്കസ് ചെയ്ത്. ഇനി 13 എന്ന ഡേയ്സിൻ്റെ ഇതൊന്ന് ശ്രദ്ധിക്കണം. ഇത് വെച്ചിട്ട് അടുത്ത പ്രൊവിഷൻ കണക്ട് ചെയ്ത് പഠിക്കുക. ഈ ഒരു 13 ഡേയ്സിൻ്റെ. അപ്പോൾ ഇനി ജനുവരി 1-നല്ല നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ ഉദ്ദേശിച്ച്. കമ്പനി ഡിക്ലെയർ ചെയ്യുന്നത് ജനുവരി 1. വിത്തിൻ 13 ഡേയ്സിൻ്റെ ഉള്ളിൽ ഡിവിഡൻഡ് പേ ചെയ്തിരിക്കണം. അല്ലെങ്കിലോ വിത്തിൻ 13 ഡേയ്സിൻ്റെ ഉള്ളിൽ പേ ചെയ്തിട്ടില്ലെങ്കിലോ, ഇപ്പോൾ ജനുവരി 1 ആയതുകൊണ്ട് നേർക്ക് 31 വരണ്ടേ. ഞാൻ ഡേറ്റ് ഇട്ട തെറ്റിന്. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. വിത്തിൻ 13 ഡേയ്സിലാട്ടോ. ഇനിയിപ്പോൾ ജനുവരി 31 ആയിട്ടും ഡിവിഡൻഡ് പേ ചെയ്തിട്ടില്ലെങ്കിൽ ഇനി എന്താ ചെയ്യേണ്ടി? വിത്തിൻ 7 ഡേയ്സിൻ്റെ ഉള്ളിൽ
UDA അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ടിലേക്ക് മാറ്റണം. ഒന്നാമത്തെ എന്താണ് സെപ്പറേറ്റ് ഷെഡ്യൂൾ ബാങ്കിൽ, അത് രണ്ടും മാറരുത് കേട്ടോ. സെപ്പറേറ്റ് ഷെഡ്യൂൾ ബാങ്ക് ജനുവരി ഡിക്ലെയർ ചെയ്തതിന് ശേഷം വിത്തിൻ 5 ഡേയ്സിനുള്ളിലാണ്. UDA ഒക്കെ എപ്പോഴായിരുന്നു? ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തതിന് ശേഷം വിത്തിൻ 13 ഡേയ്സിനുള്ളിൽ ഡിവിഡൻഡ് പേ ചെയ്തിട്ടില്ലെങ്കിൽ അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ടിലേക്ക് മാറ്റണം. എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി, ഇപ്പം അടുത്ത മാസത്തേക്ക് February 6 ഉള്ളിൽ അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ടിലേക്ക് മാറ്റിയിരിക്കണം. ഇവിടെ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നുണ്ട്, അതെപ്പോഴാണ്? UDA ഈ അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ട് മാറ്റിയപ്പോൾ എന്തായി? നമ്മളെ സെക്ഷൻ നമ്പർ മാറി കേട്ടോ, Section 24 ആയി മാറി. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പം ഏതൊക്കെ ഡേയ്സ് വന്ന്? 5 ഡേയ്സ് വന്ന്, 13 ഡേയ്സ് വന്ന്, 7 ഡേയ്സ് വന്ന്. ഈ 7 ഡേയ്സിൻ്റെ അവിടെ അല്ലേ, 7 ഡേയ്സ് അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ടിലേക്ക് മാറ്റുന്നത് 7 ഡേയ്സിൻ്റെ ഉള്ളിലല്ലേ. ഈ 7 ഡേയ്സിൻ്റെ ഉള്ളിൽ മാറ്റിയിട്ടില്ലെങ്കിൽ ഇൻട്രസ്റ്റ് എന്ത് വരും? 12% പെർ ആനം ഇൻട്രസ്റ്റ് വരും. അതാണ് 8 ഡേയ്സ് ആയാൽ ഇൻട്രസ്റ്റ് ഓഫ് 12% ഉണ്ടാകും. പിന്നെ ലാസ്റ്റ് ഒരു ഡേയ്സും പാടി വരുന്നുണ്ട്, അതാണ് 90 ഡേയ്സ്. 90 ഡേയ്സ് പറഞ്ഞാൽ എന്നാണോ അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ടിലേക്ക് മാറ്റുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത്, അന്ന് മുതൽ 90 ഡേയ്സിനുള്ളിൽ ഈ ഒരു ഏത് മെമ്പേഴ്സിൻ്റെ ഡിവിഡൻഡാണോ പേ ചെയ്യാത്തത് അവരുടെ ഡീറ്റെയിൽസ് കമ്പനീൻ്റെ വെബ്സൈറ്റിൽ ഇനി ഏറ്റവും ലാസ്റ്റത്തെ ഒരു ഡേറ്റ് ഇതുവരെയും ഡിസ്കസ് ചെയ്ത് 2024 അപ്പം 2024 ഇയർ കിട്ടും. 2024 മുതൽ 2031 ആയിട്ടും ഡിവിഡൻഡ് പേ ചെയ്തിട്ടില്ലെങ്കിൽ ആ ഡിവിഡൻഡ് എമൗണ്ട് IEPF മാറ്റണം, ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ട്. അപ്പം കൂടെ കമ്പനിക്ക് പെനാൽറ്റി ഉണ്ട്, കമ്പനിക്കും ഡിഫാൾട്ടിങ് ഓഫീസറിനും പെനാൽറ്റി ഉണ്ട്. ഈ പെനാൽറ്റി ഒന്ന് ചിലപ്പോൾ MCQൽ ചോദിച്ചാൽ കിട്ടുമല്ലോ, ജസ്റ്റ് ഒന്ന് കേൾക്കാം. അപ്പോൾ കമ്പനിക്ക് പെനാൽറ്റി തന്നെ 1 lakh, കണ്ടിന്യൂ ഫെയിലർ 500 per day, മാക്സിമം 10 lakh. അതേപോലെ ഡിഫാൾട്ടിങ് ഓഫീസറിന് 25,000 പെനാൽറ്റി, കണ്ടിന്യൂ ഫെയിലിയർ 100 per day, മാക്സിമം 2 lakh. ഇനി നേരത്തെ പറഞ്ഞില്ലേ ഒരു 13 days കൺസെപ്റ്റ്. ഇതിൻ്റെ പണി Section 25, ഈ IEPF Section 25 ആട്ടോ. അപ്പോൾ Section 27 ആണ് പണിഷ്മെൻറ്റ് ഫോർ ഫെയിലിയർ ടു ഡിസ്ട്രിബ്യൂട്ട് ഡിവിഡൻഡ് എമൗണ്ട്. In case company fail to pay dividend or failure to post dividend warrant within 13 days, മുമ്പ് ഡിസ്കസ് ചെയ്തിന് 13 days, within 13 days ഓഫ് ഡിക്ലറേഷൻ. അങ്ങനെ ആകുമ്പോൾ എന്താണ് ഇതാണ് എക്സാമിന് പ്രസൻറ്റ് ചെയ്യേണ്ട, ഇതാണ് പ്രൊവിഷൻ. ഇപ്പോൾ എവറി ഡയറക്ടർ ഓഫ് എ കമ്പനി ഷാൾ പണിഷ്മെൻറ്റ് വിത്ത് ഇംപ്രിസ്മെൻറ്റ്. എവരി ഡയറക്ടർ ഓഫ് എ കമ്പനി പണിഷ്മെൻ്റ് ഉണ്ട്, പിന്നെ കമ്പനിക്കും പണിഷ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഡയറക്ടറിന് പണിഷ്മെൻ്റ് ഉണ്ട്, കമ്പനീൻ്റെ ഫസ്റ്റത്തെ ഡയറക്ടറിൻ്റെ നോക്കാം. അപ്പോൾ എവരി ഡയറക്ടർ ഓഫ് എ കമ്പനി ഷാൾ പണിഷ്മെൻറ്റ് വിത്ത് ഇംപ്രിസ്മെൻറ്റ്. ഡയറക്ടറിൻ്റെ എന്താ ഇംപ്രിസ്മെൻറ്റ്, ജയില്. അപ് ടു 2 years, 2 വർഷം തടവുണ്ട്, മാക്സിമം
2 വർഷം തടവുണ്ടാവും. If he knowingly a party to default, liable to pay minimum fine. ഫൈൻ എത്ര തന്നെ? ഫൈൻ 1000 for every day during which such default continue. അപ്പോൾ ഡയറക്ടറിന് എന്താ ഇംപ്രിസ്മെൻറ്റ് അപ് ടു 2 years, ഫൈന് 1000 for every day during which such default continue. എല്ലാ ദിവസവും 1000. ജസ്റ്റ് നോക്കുക, അതിനത് ചോദിക്കലൊന്നുമില്ല പണിഷ്മെൻറ്റ്. പക്ഷേ ഈ എക്സംഷൻസാണ് ഇമ്പോർട്ടൻറ്റ്. 4 എക്സംഷൻസ് ഉണ്ട്. അപ്പം കമ്പനിക്ക് ഒറ്റന്നുള്ളൂ. ആ എമൗണ്ടിൻ്റെ മുകളിൽ എത്രയാണോ ഡിവിഡൻഡ് എമൗണ്ട് പേ ചെയ്യാത്തത് അതിൻ്റെ മുകളിൽ ലേബിൾ ടു റേറ്റ് ഓഫ് 18% സിമ്പിൾ ഇൻട്രസ്റ്റ് ആട്ടോ. സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ പീരീഡ് ഡിഫാൾട്ട് കണ്ടിന്യൂ. ഇതാണ് നോർമലി വരുന്ന പണിഷ്മെൻറ്റ്. ഇനി എക്സംഷന് ഇപ്പോൾ വിത്തിൻ 13 days ഡിവിഡൻഡ് പേ ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഒരു 4 സാഹചര്യത്തിലാണെങ്കിൽ വിത്തിൻ 13 days പേ ചെയ്തിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, പണിഷ്മെൻ്റ് ഇല്ല. അപ്പോൾ കമ്പനിക്ക് ഈ ഒരു ഡോൾഡ് പറഞ്ഞൊരു ഇതാണ് ഒരുപാട് മറക്കാണ്ടൊക്കെ അവർക്ക് കോഡ് ഇട്ട ഞാൻ ഡോൾഡ്. അപ്പോൾ ഫസ്റ്റത്തെ ഡിസ്പ്യൂട്ട് റിഗാർഡിങ് റൈറ്റ് ടു റിസീവ്. നോട്ട് ടു പെയ്ഡ് എനി ഓപ്പറേഷൻ ഓഫ് ലോ. ഡിസ്പ്യൂട്ട് പറയുക, ഓപ്പറേഷൻ ഓഫ് ലോ. ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ ഈ ഒരു എക്സംഷന്. ലോഫുള്ളി അഡ്ജസ്റ്റ്മെൻറ്റ് അഗേൻസ്റ്റ് ഡയറക്ഷൻ റിഗാർഡിങ് പേയ്മെൻറ്റ്. ഈ ഒരു വേർഡ് മനസ്സിലാക്കുക, പിന്നെ നിങ്ങൾക്ക് കിട്ടും. ഡിസ്പ്യൂട്ട് റിഗാർഡിങ് റൈറ്റ് ടു റിസീവ് എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് എമൗണ്ട് റിസീവ് ചെയ്യാൻ ആര് റിസീവ് ചെയ്യുന്നുള്ളൊരു ഡിസ്പ്യൂട്ട് ഉണ്ടാവും. അങ്ങനെ ഡിസ്പ്യൂട്ട് ഉണ്ടാകുമ്പോൾ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യും. 13 days മുകളിലേക്ക് വരുമ്പോൾ പ്രശ്നമില്ല. ഇനി രണ്ടാമത്തെ നോട്ട് ബി പെയ്ഡ് ബൈ ഓപ്പറേഷൻ ഓഫ് ലോ. ഡിവിഡൻഡ് പേ ചെയ്യാത്ത കാരണം എന്താ? ഓപ്പറേഷൻ ഓഫ് ലോ. ഇപ്പോൾ ഡിവിഡൻഡ് പേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എ എന്നൊരാൾക്കാണെങ്കിൽ ആ ഒരു എ എന്നൊരാൾ മരിച്ചുപോയി, ഡൈ ആയി. അപ്പോൾ പകരം ആരാ വരിക? ലീഗൽ റെപ്രസെൻറ്റേറ്റീവായ ബിയാ വരിക. അപ്പം അങ്ങനെ വരുമ്പോൾ ഡേറ്റ് എക്സ്റ്റെൻഡ് ഈ ഒരു സാഹചര്യത്തിൽ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ പ്രശ്നമില്ല, പണിഷ്മെൻ്റ് ഉണ്ടാവില്ല. ഇനി ലോഫുൾ അഡ്ജസ്റ്റ്മെൻറ്റ് അഗെയിൻസ്റ്റ് എനി സം ഡ്യൂ ഫ്രം ഷെയർ ഹോൾഡർ ടു കമ്പനി. ഇതൊന്ന് മനസ്സിലാക്കാം. ഇതെങ്ങനെയാ വെച്ചാൽ ഇപ്പോൾ കമ്പനിയില്ലേ, എനി ലോഫുൾ അഡ്ജസ്റ്റ്മെൻറ്റ് അഗെയിൻസ്റ്റ് ഷെയർ ഹോൾഡർ ടു കമ്പനി കേട്ടോ, ശ്രദ്ധിക്കാം. ഇപ്പം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ആൾറെഡി ഷെയർ ഹോൾഡറിന് എന്തെങ്കിലും കമ്പനിക്ക് ഡ്യൂ ഉണ്ടെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷെയർ ഹോൾഡർ കമ്പനിക്ക് 1,00,000 രൂപ കൊടുക്കാനുണ്ട്. ഡിവിഡൻഡ് എമൗണ്ട് 2 ലക്ഷമാണ്, 2 lakh. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ലോഫുൾ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ കമ്പനി എത്ര രൂപ കൊടുത്താൽ ബാക്കി 1,00,000 രൂപ കൊടുത്താൽ പറയാം. അങ്ങനെ ലോഫുൾ അഡ്ജസ്റ്റ്മെൻറ്റ് കാരണത്താൽ
ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാനുള്ള ഡേയ്സ് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ എക്സംഷൻ കിട്ടും. ഇനി ഷെയർ ഹോൾഡർ ആട്ടോ. ഷെയർ ഹോൾഡർ ഗിവ് ഡയറക്ഷൻ റിഗാർഡിംഗ് പേയ്മെൻറ്റ് ബട്ട് സെയിം കനോട്ട് ബി കംപ്ലൈൻഡ് വിത്ത് ആൻഡ് കമ്മ്യൂണിക്കേറ്റഡ് ടു ഹിം. എന്നാൽ ഷെയർ ഹോൾഡർ കമ്പനിക്ക് ഡിവിഡൻഡ് എമൗണ്ട് പേ ചെയ്യേണ്ട ഒരു ഡയറക്ഷൻ കൊടുക്കും. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷെയർ ഹോൾഡർ ഡിവിഡൻറ്റിൻ്റെ നിങ്ങൾ ഈ ഒരു ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടോളി. ഇപ്പം ബാങ്ക് എയിലെ അക്കൗണ്ടിൽ ഇട്ടോളി. പക്ഷേ ഷെയർ ഹോൾഡർ ഇതാണ് ഡയറക്ഷൻ ഷെയർ ഹോൾഡർ കമ്പനിക്ക് കൊടുത്ത ഡയറക്ഷന്. പക്ഷെ കമ്പനി ഇട്ടത് ബാങ്ക് എയിലൊന്നല്ല, ബാങ്ക് സിയിലോ അതിലേതോ അക്കൗണ്ടിലോ. അപ്പോൾ അങ്ങനെ ഡയറക്ഷൻ മാറി. കനോട്ട് കംപ്ലൈൻഡ് വിത്ത് ആൻഡ് കമ്മ്യൂണിക്കേറ്റഡ് ടു ഹിം. സെക്ഷൻ 27 ഇത്രേ ഉള്ളൂ. പണിഷ്മെൻറ്റ് ഫോർ ഡിഫോൾട്ടിങ് പേയിങ് ഡിവിഡൻഡ്. അപ്പോൾ ഈ ഒരു സെക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഈ എക്സംഷൻസ് ആണ് ശ്രദ്ധിക്കേണ്ടത്. ക്വസ്റ്റ്യന് ഇതിൽ മൊത്തമായിട്ട് ചോദിക്കണമെന്നില്ല, അതിൽ ഏതെങ്കിലും ഒരു എക്സംഷൻ ചോദിക്കും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് എക്സാമ്പിൾ 4ൽ കേസിനാരിയായിട്ട് ഈ ഒരു ഷെയർ ഹോൾഡർ കമ്പനിക്ക് ഒരു ഡയറക്ഷൻ കൊടുത്ത് ഇന്നൊരു ബാങ്കിൽ പേ ചെയ്താൽ മതി, എമൗണ്ട് പേ ചെയ്താൽ മതി. പക്ഷേ കമ്പനി ആ ഒരു ഡയറക്ഷൻ ടാലി ആയില്ല. അപ്പോൾ എങ്ങനെ ആയിരിക്കും അതിൻ്റെ സൊല്യൂഷൻ വരിക? അപ്പോൾ എങ്ങനെ ആയിരിക്കും പ്രസൻറ്റ് ചെയ്യേണ്ടത്? ആദ്യം സെക്ഷൻ നമ്പർ അറിയുകയാണെങ്കിൽ സെക്ഷൻ നമ്പർ കോട്ട് ചെയ്യുക. അതിന് ശേഷം മൊത്തം സെക്ഷന് എഴുതണം എന്നില്ല, മൊത്തം സെക്ഷൻ എഴുതണ്ട. ജസ്റ്റ് ഒന്ന് പണിഷ്മെൻറ്റ്, കമ്പനിക്ക് ഇങ്ങനെ പണിഷ്മെൻറ്റ് വരും, അങ്ങനെ ഡിഫാൾട്ട് ഓഫീസറിൻ്റെ പണിഷ്മെൻറ്റ് വരുന്നു. ജസ്റ്റ് മാർക്ക് അനുസരിച്ചിട്ട് മാർക്ക് ഉണ്ട് 6 മാർക്കിൻ്റെ ഒക്കെ ആണെങ്കിൽ എഴുതാം, ബെറ്ററാണ്. എന്നിട്ട് നേരെ ഏതൊരു എക്സംഷനാണോ ചോദിക്കുന്നത് ആ ഒരു എക്സംഷൻ്റെ പ്രൊവിഷന് ഇതേമാതിരി ആൾമോസ്റ്റ് ഈ ഒരു ഇതിൽ എഴുതാം, ഇവിടെ വെച്ചിട്ട്. അതിന് ശേഷം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കൺക്ലൂഷൻ കൊടുക്കുക. അപ്പോൾ എത്ര ഉള്ളത്? സെക്ഷൻ 27. ഇനി ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻഡ് ഔട്ട് ഓഫ് റിസർവെന്ന് ഡിക്ലെയർ ചെയ്യുന്നത്. മുകളിൽ പറയുന്നത് ദ എമൗണ്ട് ഡിവിഡൻഡ് ഇൻക്ലൂഡിങ് ഇൻ്ററിം ഡിവിഡൻഡ് ഡെപ്പോസിറ്റഡ് ഇൻ സെപ്പറേറ്റ് അക്കൗണ്ട് വിത്തിൻ 5 days. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തില്ലേ, January 5. അപ്പോൾ എഴുതുമ്പോൾ എങ്ങനെ ആയിട്ട് ഇത് ലോവറിൽ ഞാൻ എഴുതിയെന്നുള്ളൂ. എമൗണ്ട് ഡിവിഡൻഡ് ഇൻക്ലൂഡിങ് ഇൻ്ററിം ഡിവിഡൻഡ് ഡെപ്പോസിറ്റഡ് ഇൻ സെപ്പറേറ്റ് അക്കൗണ്ട് വിത്തിൻ 5 days. ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻഡ് ഔട്ട് ഓഫ് റിസർവ്. അപ്പം കറണ്ട് ഇയർ ഇഫ് inadequacy or absence of profit for any financial year. inadequacy or absence of profit, ഏതെങ്കിലും ഫിനാൻഷ്യൽ ഇയറിൽ ആബ്സെൻസ് ഓഫ് പ്രോഫിറ്റ് ഇല്ലെങ്കിൽ, ബട്ട് കമ്പനി ഇൻറ്റൻഡിങ് ടു ഡിക്ലെയർ ഡിവിഡൻഡ് ഔട്ട് ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്. ബട്ട് കമ്പനി ഇൻറ്റൻഡഡ് ടു ഡിക്ലെയർ ഡിവിഡൻഡ് ഔട്ട് ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്. ഈ ഒരു വേർഡ് ഉപയോഗിക്കണം കേട്ടോ, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്. അതാണ് ഇന്നും പാടി നല്ലത്. ഫ്രീ റിസർവിനാണെങ്കിലും അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്. കമ്പനി അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഓഫ് പ്രീവിയസ് ഇയർ.
പ്രീവിയസ് ഇയറിൻ്റെ അക്യുമുലേറ്റഡ് പ്രോഫിറ്റിന്ന് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാം. പക്ഷേ റൂൾ 3 ആട്ടോ. റൂൾ 3 കംപ്ലൈ ചെയ്യണം. അപ്പോൾ RDLB നേരത്തെ ഒരു കോഡില്ലേനോ, ഡോൾഡ് ഡിസ്പ്യൂട്ട് ഓപ്പറേഷൻ ഓഫ് ലോഫുൾ അഡ്ജസ്റ്റ്മെൻറ്റ്, പിന്നെ ഡോൾഡ് ഡയറക്ഷൻ. അപ്പോൾ RDLB കംപ്ലൈ ചെയ്യണം. RDLB ദ റേറ്റ് ഓഫ് ഡിവിഡൻഡ് shall not exceed average rate of immediately preceding 3 financial year. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയറിൽ കഴിഞ്ഞ 3 വർഷമായിട്ട് കമ്പനീൻ്റെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തതിന് 10, 11, 12, 14 റേറ്റിലേന്. അപ്പോൾ ഇതിൻ്റെ ആവറേജ് എത്ര ആയിട്ട് വരും? പന്ത്രണ്ടല്ലേ ആവറേജ് വരിക? അപ്പോൾ ഈ ഒരു 12% മുകളിൽ എന്തായാലും ഫ്രീ റിസർവ് ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല. ഡിവിഡൻഡ് റേറ്റ് ആട്ടോ. അതാണ് 6. ഫസ്റ്റത്തെ 6 റേറ്റ് ഓർക്കുക, ഡിവിഡൻഡ് റേറ്റ്. രണ്ടാമത്തേൽ വരുമ്പോൾ എമൗണ്ട് ഡ്രോ ഫ്രം അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് shall not be exceed 10% of paid share capital plus free reserve as per audited financial statement. ഇത് paid share capital, free reserve, PSU. AFS തന്നെ ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരമുള്ള പെയ്ഡ് ഷെയർ ക്യാപിറ്റലും ഫ്രീ റിസർവ് രണ്ടും പാടി കൂടിയിട്ടില്ലേ, അതിൻ്റെ 10%-നാട്ടിലും കൂടുതൽ എമൗണ്ട് ഡ്രോ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ പറയുകയാണെങ്കിൽ പെയ്ഡ് ഷെയർ ക്യാപിറ്റൽ 1 crore പ്ലസ് ഫ്രീ റിസർവ് 15 lakh. അപ്പോൾ എത്ര വരും? 0.5, അത് 50 lakh. അപ്പോൾ ടോട്ടൽ എത്രയായി? 1.5 crore ആയില്ലേ? അതിൻ്റെ 10% പറയുമ്പോൾ എത്ര വരും? 15 lakh വരിക. ഈ 15 lakh-നാട്ടിലും മുകളിൽ നമ്മൾ ഡിവിഡൻഡ് എമൗണ്ട് ഡ്രോ ചെയ്യാൻ പറ്റില്ല. അതാണ് പറഞ്ഞത്. എമൗണ്ട് ഡ്രോ ഫ്രം അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്. മൂന്നാമത്തെ ഒന്നുമില്ല, ലോസ് ഉള്ളൂ. അക്യുമുലേറ്റഡ് പ്രോഫിറ്റിൽ നിന്ന് എമൗണ്ട് ഡ്രോ ചെയ്യണത് ഫസ്റ്റ് എന്ത് സെറ്റ് ഓഫ് ചെയ്യണം? കറണ്ട് ഇയർ ലോസിനെ സെറ്റ് ഓഫ് ചെയ്യണം ഫസ്റ്റ്. ഇത് മൂന്നാമത്തെ. ഈ നാലാമത്തെ ഫ്രീ റിസർവ് നമ്മൾ എമൗണ്ട് എടുത്ത് കഴിഞ്ഞിട്ട് ബാക്കി ബാലൻസ് വരില്ലേ, ആ ബാലൻസ് എമൗണ്ട് shall not fall 15% of paid share capital of as per audited financial statement. നാലാമത്തെ പെയ്ഡ് ഷെയർ ക്യാപിറ്റൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ നേരത്തെ 1 crore അല്ലേ പെയ്ഡ് ഷെയർ ക്യാപിറ്റൽ, 1 crore പെയ്ഡ് ഷെയർ ക്യാപിറ്റൽ. അതിൻ്റെ 50% വരുമ്പോൾ 15 lakh തന്നെയാണ്. ഇതിനെക്കാട്ടിലും താഴെ ആവാൻ പറ്റില്ല. എന്ത് എമൗണ്ട് ഡ്രോ ചെയ്തതിന് ശേഷം തന്നെ ബാലൻസ് എമൗണ്ട് ഉണ്ടാവില്ലേ, ഫ്രീ റിസർവിന് ഡിവിഡൻഡ് എമൗണ്ട് ഡ്രോ ചെയ്യില്ലേ,
എന്നതിന് ശേഷം ബാലൻസ് എമൗണ്ട് ഉണ്ടാവും. അത് 15 ലാഖിനെക്കാട്ടിലും താഴെ ആകാൻ പറ്റൂല. കുറച്ചൊരു ഒന്ന് മൈൻഡ് ഉപയോഗിക്കേണ്ട ഏരിയയാണ്. ക്വസ്റ്റ്യൻ വരലുണ്ട് ഇവിടുന്ന്. വീഡിയോ ഒന്നുംപാട് മനസ്സിലായില്ലെങ്കിൽ ഒന്നുംപാട് കണ്ടുനോക്കാം. ഇനി ലാസ്റ്റത്തെ ഇൻ്ററിൻ ഡിവിഡൻഡ്. ഇൻ്ററിൻ ഡിവിഡൻഡ് നേരത്തെ ഫസ്റ്റ് ടൈം പറഞ്ഞാണ് ബോർഡ് ഓഫ് ഡയറക്ടർ ക്യാൻ ഡിക്ലെയർ ഇൻ്ററിൻ. ബോർഡ് ഓഫ് ഡയറക്ടറാണ് ഇൻ്ററിൻ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത്. അറ്റ് എനി ടൈം board of directors can declare interim dividend at any time from closure of financial year till holding AGM. അപ്പോൾ ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്തിട്ട് AGM ഡിക്ലെയർ ചെയ്യുന്നവരെ അതിൻ്റെ ഇടയിൽ വരെ നമുക്ക് ഇൻ്ററിൻ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാം. ഇൻ്ററിൻ ഡിവിഡൻറ്റിൻ്റെ സോഴ്സുകൾ ഏതൊക്കെ സോഴ്സസ് വെച്ചിട്ടായിരിക്കും ഇൻ്ററിൻ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത്? SPP, സർപ്ലസ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ തന്നെ സർപ്ലസ് ഉണ്ട്. ഇനി പ്രോഫിറ്റ് ഇൻ കറണ്ട് ഇയർ വിച്ച് ഡിവിഡൻസ് ought to be declared. കറണ്ട് ഇയർ പ്രോഫിറ്റിൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ വെച്ച എമൗണ്ട്. പിന്നെ പ്രോഫിറ്റ് ജനറേറ്റഡ് ഇൻ ഫിനാൻഷ്യൽ ഇയർ ടിൽ ക്വാർട്ടർ പ്രിസീഡിങ് ദ ഡേറ്റ് ഓഫ് ഡിക്ലറേഷൻ ഇൻ്ററിൻ ഡിവിഡൻഡ്. എന്നാൽ ഇൻ്ററിൻ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള ക്വാർട്ടറില്ലേ, ആ ഒരു ക്വാർട്ടർ വരെ ഉള്ള ആ ഒരു പീരീഡിൽ ജനറേറ്റ് ചെയ്ത പ്രോഫിറ്റ് എമൗണ്ട് ജസ്റ്റ് നോക്കിയാൽ മതി. പക്ഷെ ഇവിടെയാണ് ഇമ്പോർട്ടൻ്റ് ഇത് ലാസ്റ്റത്തെ. ഇഫ് കമ്പനി ഇൻകർ ലോസ്, ഈ ഒരു വേർഡ് മറക്കരുത്. ഇഫ് കമ്പനി ഇൻകർ ലോസ് ഡ്യൂറിങ് കറണ്ട് ഫിനാൻഷ്യൽ ഇയർ അപ് ടു ദ എൻഡ് ക്വാർട്ടർ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദ ഡേറ്റ് ഓഫ് ഡിക്ലറേഷൻ ഓഫ് ഇൻ്ററിൻ ഡിവിഡൻഡ്. ഇൻ്ററിൻ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള ക്വാർട്ടർ വരെ ആ ഒരു പീരീഡിൽ കമ്പനി ലോസിലാണെങ്കിൽ എന്താണ് ഫസ്റ്റ് ഇൻ്ററിൻ ഡിവിഡൻറ്റിൻ്റെ റേറ്റ് ഇല്ലേ, റേറ്റ് ഓഫ് ഇൻ്ററിൻ ഡിവിഡൻറ്റ് ഷാൾ നോട്ട് എക്സീഡിങ് ആവറേജ് പ്രിസീഡിങ് 3 ഫിനാൻഷ്യൽ ഇയർ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേനോ, തൊട്ട് മുമ്പത്തെ വർഷങ്ങളിലൊക്കെ എത്രയായിരുന്നു? ഡിവിഡൻഡ് റേറ്റ് 10, 12, 14. അപ്പോൾ ഇതായിരുന്നു തൊട്ട് മുമ്പത്തേതിൻ്റെ. ഇതിൻ്റെ ആവറേജ് പറയുമ്പോൾ 12% അല്ലേ. അപ്പോൾ ഈ ഒരു 12%ൻ്റെ മുകളിലാവരുത് എന്നാ പറഞ്ഞത്. അപ്പം ഈ RDLB ഇല്ലേ, അതിൽ 6 ഇത് പറഞ്ഞത്. അതന്നെ ഈ 6 ഇൻ്ററിൻ ഡിവിഡൻറ്റിന് വരുന്നുണ്ട്. എപ്പോഴാണ് വരുന്നത്? കറണ്ട് ഇയർ ഫിനാൻഷ്യൽ ഇയറിൽ ലോസ് വരുമ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.
അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഏരിയാസ്, ഫസ്റ്റ് ഫൈനൽ ഡിവിഡൻഡ് എന്താണോ, ഇൻ്റർവൽ ഡിവിഡൻഡ്, അതിൻ്റെ റെസൊല്യൂഷന്, ആരൊക്കെ ഡിക്ലെയർ ചെയ്യണത്, പിന്നെ ബോർഡ് റെക്കമെൻഡ് ചെയ്ത ഡിവിഡൻഡ് റേറ്റിനെക്കാട്ടിലും ഹയർ ആകാൻ പറ്റൂല, പിന്നെ നേരിട്ട് പോയത് കുറേ ഡേയ്സുകൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തതിന് ശേഷം വിത്തിൻ 5 ഡേയ്സിൻ്റെ ഉള്ളിൽ SSBക്ക് ആക്കണം, അത് വിത്തിൻ 13 ഡേയ്സിനുള്ളിൽ ഡിവിഡൻഡ് പേ ചെയ്തിരിക്കണം. പേ ചെയ്തിട്ടില്ലെങ്കിൽ 7 ഡേയ്സിനുള്ളിൽ UDAക്ക് ആക്കണം. UDAയിൽ ആ 7 ഡേയ്സ് എന്നുള്ളതിന് അവിടെ ഒരു ഇൻട്രസ്റ്റ് വരുന്നുണ്ട് 12%. പിന്നെ വിത്തിൻ 90 ഡേയ്സിൻ്റെ ഉള്ളിൽ UDAയിൽ ആർക്കാണ് ഡിവിഡൻഡ് കൊടുക്കാത്ത മെമ്പേഴ്സ്, ആ മെമ്പറിൻ്റെ ഡീറ്റെയിൽസൊക്കെ കമ്പനീൻ്റെ വെബ്സൈറ്റിലേക്ക് ആക്കണം. പിന്നെ 7 ഇയർ ആയിട്ടും ഡിവിഡൻഡ് പേ ചെയ്തിട്ടില്ലെങ്കിൽ ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ട് IEPF സെക്ഷൻ 25. പിന്നെ നേരെ പോയ സെക്ഷൻ 27 പണിഷ്മെൻറ്റ്. വിത്തിൻ 13 ഡേയ്സിൻ്റെ ഉള്ളിൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ബോർഡിന് എത്രയാണ് വരുന്നത്, ബോർഡിൻ്റെ പണിഷ്മെൻറ്റ്, കമ്പനീൻ്റെ പണിഷ്മെൻറ്റ്, പിന്നെ അതിനുള്ള എക്സംഷൻസ് ഡോൾഡ് എന്നൊരു കോഡ് വെച്ചിട്ട് ഓർക്കുക. പിന്നെ ലാസ്റ്റ് വന്നത് ഡിവിഡൻഡ് ഔട്ട് ഓഫ് റിസർവ് RDLB കോഡ് വെച്ചിട്ട് ഓർക്കുക. പിന്നെ ഇൻ്റർവൽ ഡിവിഡൻഡൊക്കെ വരുമ്പോൾ ലോസ് വരുമ്പോൾ ശ്രദ്ധിക്കുക. ലോസ് വരുമ്പോൾ ആവറേജ് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് 3 ഫിനാൻഷ്യൽ ഇയർ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതെൻ്റെ നോട്ടാണ്. നിങ്ങളും ഇങ്ങനെ നോട്ട് ഉണ്ടാക്കുമ്പോൾ ഒറ്റ പേജിലാക്കി ചുരുക്കി ചെറുതാക്കി എഴുതാം. കാരണം കണ്ടൻറ്റ് കുറേ ഉണ്ട് CA. അപ്പോൾ ഏറ്റവും സിമ്പിളാക്കി നോട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് പിന്നെയും റിവിഷൻ ചെയ്യാൻ തോന്നും. നമുക്ക് ആ ചാപ്റ്റർ സിമ്പിളായിട്ടൊന്ന് തോന്നും. പിന്നെ ക്വസ്റ്റ്യൻ ചെയ്താൽ കൊടുത്താൽ മതി. അപ്പം വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ ഡിവിഡൻഡ് എന്ന ചാപ്റ്ററിലത്തെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഒന്നും പാടിയും ഈ ഒരു ചാപ്റ്ററിൽ നമ്മുടെ കോൺഫിഡൻസ് വരും. പിന്നെ എക്സാം ടൈമിൽ ഒന്നും പാടി റിവിഷൻ ചെയ്താൽ മതി. ഓക്കെ, താങ്ക്സ്, ബൈ.